ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ. നല്ലൊരു അടിപൊളി എന്റർടൈൻമെന്റ് കൈൻഡ് ഓഫ് ഒരു വ്ളോഗ് വീഡിയോ ആണ്. അപ്പൊ അവസാനം വരെ കാണാം. അപ്പൊ നമ്മൾ പമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ, ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഗൈസ്, നമ്മളൊരു ഷോപ്പ് കണ്ടപ്പോ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. കനോലി പ്ലോട്ടിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇതാണ് കനോലി പ്ലോട്ട്. ആണോ? ഒന്നാമത് കട്ട് നമ്മള് നിലമ്പൂര് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഫുള്ളിങ്ങനെ കാടാണ് കൊണ്ടാണ് പോകുന്നത്. ബെസ്റ്റ് റോഡാണ്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാളവണ്ടി മുന്നിൽ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മഹാമനസ്കനായ നമ്മുടെ സ്പൾബർ നമുക്ക് വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തി തന്നതാണ്. സുതിമോൻ നിർത്തി തന്ന കാളവണ്ടി ഫുൾ ഒരു ഭാഗം മൊത്തം കോട, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഒന്നുകൂടെ പറയാം. നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണ് ട്രിപ്പിന് വരണം എന്ന് വിചാരിക്കാതെ വളരെ ആകസ്മികമായിട്ട് വന്നതാണ് ഞാൻ. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ആഗ്രഹിച്ചാണ് മെഡിക്കൽ ഷോപ്പ് മെഡിക്കൽ ഷോപ്പ്. രോഗികളെ കൂടെ പോണമാതിരി, മരിച്ച വീട്ടിൽ പോണമാതിരി. ഇങ്ങനെയുള്ള ഈ മരിച്ച വീട്ടിൽ പോണമാതിരി എവിടേക്കെന്ന് വെച്ചിട്ട് ഇറങ്ങിയത്. ഞാൻ വിചാരിച്ച ഞാൻ കക്കാടംപോയില എന്തിനാ സ്ഥലത്തിന്റെ പേര്. വയനാട് പോണെന്നുള്ള കുറുമ്പലക്കോട്ട പോണെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടുകാരോട് എന്റെ മോളോടൊക്കെ എല്ലാരോടും ഞാൻ നൂറോടെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞത് ഞാൻ കുറുമ്പലക്കോട്ട പോകുന്നതാണ്. പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് നമ്മൾ സർപ്രൈസ് ആയി ചെയ്തത്. ഇദ്ദേഹം ഇപ്പൊ എന്ത് ചെയ്യുന്നു? ശ്രദ്ധിക്കാനോ? അതങ്ങ് പോയി കഴിഞ്ഞാൽ അത് ശരിയാവുണ്ടാവും. വെള്ളം കുടിച്ചോ? കുറച്ചുകൂടി വെള്ളം കുടിച്ചെടുത്തു. എന്നാ ഇനി എന്തൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ റെഡി ആയിക്കോളൂ. നല്ല സുഖമില്ലേ ഛർദിച്ചു പോയപ്പോ? ചതൊക്കെ ഛർദിക്കണ വീഡിയോ ഒക്കെ മോനെ ഔല വീഡിയോ ഇഷ്ടമായ ലൈക്കും ബെല്ലൈക്കൺ ഞെക്കി പിടിക്കും. കൊമ്പനിറങ്ങണ മല കൊണ്ടുകൂടേ എന്റെ വീഡിയോയില് കൂപ്പർ തന്നെയാണ് പോണോ. അപ്പോൾ ഗൈസ്, നല്ല അടിപൊളി ഒരു കോടുള്ള സ്പോട്ട് കിട്ടും. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അടുത്ത എങ്ങോട്ടാ പോകുന്നത്?
അപ്പൊ നമ്മൾ അടുത്തത് നീഡിൽ റോക്ക് വ്യൂ പോയിന്റിലോട്ട് പോവാട്ടോ. ഈ പോകുന്ന റൂട്ടിൽ ഫുള്ള് 2 സൈഡിലായിട്ടും മുളയാണ് കേട്ടോ മൊത്തം. കുറെ എണ്ണ ഇങ്ങനെ സൈഡിലേക്ക് റോഡിന്റെ ഭാഗത്തേക്കൊക്കെ ആയിട്ട് വീണ് നടക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിപ്പം ഗൂഡല്ലൂർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്ലാസ്റ്റിക് ബോട്ടിൽസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൊണ്ടുവരാതിരിക്കുക. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുക കേട്ടോ. അപ്പൊ അതിന്റെ ബാക്കിലുള്ള സീനറിയാണ് നിങ്ങൾ കാണുന്നത്. അതാരാ അത്? മറ്റെന്തോ യോഗയൊക്കെ ചെയ്യും. ചെടി കാണിച്ചു കറക്റ്റ് ഇങ്ങനെ ദൂരേന്ന് നോക്കുമ്പോൾ കറക്റ്റ് ഇങ്ങനെ വെള്ളത്തുള്ളി അതിലിങ്ങനെ പിടിച്ചു നിൽക്കുന്ന പോലെ ഉണ്ട്. നമ്മൾ വന്ന വണ്ടിയാണ് അവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. സ്കൈന്റെ വ്യൂ കണ്ടോ, എന്ത് ഭംഗിയാ കാണാൻ. എന്നോട് ചെല്ലിയ മസാലദോശ ഇട്ടിട്ടുണ്ട്. എന്നാ വയ്യ കൈസോടെ മസാലദോശ. എടാ നേരത്തെ കാണിച്ചു ഒന്നുകൂടി. ഇതാണ് എനിക്ക് വേണ്ടത്. ബോണ്ടാണ് നിങ്ങളാ കാണുന്നത്, ഫ്രണ്ട്ഷിപ്പ് ബോണ്ട്. ഒരു അമ്മയുടെ പാത്രത്തിൽ ഒരു ഫുഡൊക്കെ കഴിച്ചു. വൈഷ്ണവിന് മാത്രം കോഫി കിട്ടിയില്ല. വൈഷ്ണവിന്റെ കോഫി ആരാ കുടിച്ചത്? ചിന്നു വേണ്ടി നമ്മൾ കുന്നും മലയൊക്കെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി തേയിലത്തോട്ടോ. ഫുൾ ഇങ്ങനെ മൊത്തം തേയിലയാണ് ഉള്ളത്. അല്ല ഇവിടെ തേയിലത്തോട്ടാണ് നല്ല ഭംഗിയിട്ട് കാണാൻ. ഇതാണ് നമ്മുടെ അലിഞ്ചോസ് പെരേരയ്ക്ക് കെട്ടുകൊടുക്കണം. അത് വീഡിയോ എടുത്തോ? അണ്ണന്മാര് തന്നതാണ്. തമിഴ് പാസം ചെറുപയർ പായസമാണ്. ചെറുപയർ തോട്ടങ്ങളിൽ നിന്നും ശേഖരിക്കും. ചാറ് ഊറ്റി ഇത്രയും വിശദീകരിച്ചൊരു പായസം എന്താ നിങ്ങൾക്ക് വേറെ ബ്ലോഗിലൊന്നും മജാ കളിക്കുന്നത്. ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുത്ത് ഇവിടെ വീടാ ഓക്കെ. ഇപ്പൊ നല്ല പോണേ
ഗൈസ്, അപ്പം നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ്. നോക്ക്, നല്ല ഭംഗിയില്ലേ. ഇവിടെ ചുറ്റിലും ഫുൾ പൈൻ ട്രീസ് ആട്ടോ. പിന്നെ അതാ ഒരു പാർക്കും ഉണ്ട് കേട്ടോ. ആ ഭാഗത്താണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഇവിടെ നോക്കി ഒരു പ്രായമായിട്ടുള്ളൊരു കുരങ്ങിരിക്കുന്ന കണ്ടില്ലേ, എനിക്ക് കണ്ടപ്പോൾ എന്തോ പോലെ തോന്നിട്ടോ. ടിക്കറ്റ് എടുക്കുന്നത് അല്ല, എല്ലാവർക്കും എൻ്റെ കുട്ടികൾക്ക് കളിക്കാനായിട്ടൊരു പാർക്ക്. അപ്പം ജബറും വൈഷ്ണവും കൂടി ടിക്കറ്റ് എടുക്കാൻ പരിപ്പാടേ ഇവരാണല്ലോ ഇപ്പൊ ബാക്ക് ഉണ്ടോ. താഴേക്ക് നോക്കിയിട്ട് വീഡിയോ എടുക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ നീൽ റോക്ക് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം ഇവിടേക്ക് കുറച്ച് കയറ്റുണ്ട്, പിന്നെ നല്ല വെയിലും ഉണ്ട് കേട്ടോ. ഗൈസ്, ഇവിടെ ഫോട്ടോഗ്രാഫിയാണ്. ഏലും തെറ്റിക്കഴിഞ്ഞാൽ താഴെ. അപ്പൊ നമ്മൾ വലിയ വലിയ പാറയാണ് കണ്ടോ. ആട്. ആ ഗൈസ്, അവിടെ ഒരു ആടിനെ കണ്ടോ. ഇതിന്റെ ബാക്കിൽ കണ്ടില്ലേ ഒരു ആട്. നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് എത്തിയിരിക്കുകയാണ്. എടോ, ഞാൻ വ്ളോഗ് മറ്റേ എടുക്ക്. എങ്ങനെ എല്ലാവർക്കും എടുത്തരാം. അപ്പൊ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലാണ് കേട്ടോ, നല്ല കത്തുന്ന വെയിലാണ്. ചെറിയൊരു തണുപ്പ് ഇടയ്ക്ക് അയച്ചുണ്ട്, പക്ഷെ ഇങ്ങനെ ഭയങ്കര വെയിലാണ്. നമ്മളോ അടുത്ത സ്പോട്ട് എവിടെയാണെന്ന് അറിയില്ല. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് നീഡിൽ റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്പോട്ടിലാണ്. നെക്സ്റ്റ് സ്പോട്ട് എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ ഗൈസ്, നമ്മളിതാ നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് കണ്ട് ഇറങ്ങുന്നതാണ്. നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു വ്യൂ ഒക്കെ ഉണ്ട്. എന്താ വെച്ചാൽ നല്ല നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കോടയൊക്കെ കാണാം. നമ്മൾ കോട കണ്ടു, പക്ഷേ വെയിലും ഉണ്ടായിരുന്നു കൂടെ. മങ്കീസിനൊക്കെ കണ്ട് ഇവിടെ രണ്ടുപേരുണ്ട്. ഇതെന്താ ഒളിച്ചിരിക്കണത്? മറ്റേ ഫഹദ് ഫാസിൽ നിൽക്കൂലേ, മൂലെ പോയിട്ട് ഞാൻ പോസ് ചെയ്ത് ഇവിടെ. അയ്യോ, കഴിഞ്ഞു. பால் வாங்கிட்டு அந்த பால்
എത്തിയതാണ്. എന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ചോളം കഴിക്കുകയാണ് ഗൈസ്. ഇതിലെ ആംഗിളിലെ സാധനങ്ങൾ എടുത്ത് വെച്ചു ഇതിലാക്കി എടുത്തു ചോളം കഴിക്കാൻ പറ്റിയ ഇവിടെ താഴെയുള്ള സ്പോട്ട്. എവിടേക്കാ പോകുന്നത്? പൈക്കര. നമ്മളിപ്പം നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. പൈക്കര ബോട്ട് ഹൗസിലാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ടർഫാൾസും ഉണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ബോട്ട് റൈഡിന് വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ 50 rupees കൊടുക്കണം. ഇതിന് 50 rupees. നമ്മളിത് പൈക്കര വാട്ടർഫാൾസിലേക്ക് പോയിക്കോട്ടെ. സോറി, ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. So many cars. ലോട്ട് ഓഫ് വണ്ടികൾ. ആണോ പാർക്ക് ചെയ്ത് അപ്പൊ നമ്മൾ ബോട്ട് റൈഡിന് പോകും. ഇതിങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. എടുക്കാതൊക്കെ പിന്നെ പെടുത്തൊന്നുമില്ലല്ലോ ഇതിലവിടെ. അതെ, അപ്പൊ ഓണാരോടിക്കൂ. മഴയൊക്കെയാണോന്ന് മറ്റേ ചിലെടുക്ക്, എന്നാലേ മനസ്സിലാവുള്ളൂ. അടിപൊളി എക്സ്പീരിയൻസ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ എത്ര പേരെ ബോട്ട് എടുത്ത്? 8 പേര്. നമ്മൾ 7 പേരാണ്. 8 പേർക്ക് ഇരിക്കാനുള്ള ബോട്ടാണ് എടുത്തത്. അതിന് 1150 രൂപയാണ് എടുത്തത്. ഗൈസ് എല്ലാരും ഹാപ്പിയാണോ? ഗൈസ് ഹാപ്പിയാണോ? ഇവിടെ ഫോട്ടോ ഇതിന്റെ സ്ഥലമൊക്കെ ഫോട്ടോ എടുക്കുന്നത്. നമ്മളപ്പം ബോട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എന്താ പറയുക അടുത്തൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എവ്വളോ 80
18 rupees. ഇതൊക്കെ എന്താ സാധനം? ചോക്കോബാർ വാങ്ങാം. ചോക്കോബാർ ഇതെവളോ ഇതെവളോ പൂത്തിന്റെ എന്നാ കുൽഫി വാങ്ങാം. അതാ നല്ല. അതെ, തൽക്കാലം അത് മതി. കുൽഫി മതി. 50-60. അത് മതി. ചോക്കോബാർ എന്തൊരു റേറ്റ്. അമേരിക്കൻ ബാറാണ് ഇനി വാങ്ങിയത്. കോണാണ് ഗൈസ്. പിന്നെ ഇതും വാങ്ങിച്ചിട്ടുണ്ട്. 230. പോടുങ്കോ നല്ല പോടുങ്കോ. തരൂല. അടുത്തത് വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പോകാട്ടോ. ഇത് 1 കിലോമീറ്റർ മാത്രമാണ് കേട്ടോ ഇവിടുള്ളത്. അല്ലേ ഗൈസ്, അപ്പൊ ഇതെന്താ അത്? ഒരു ബിരിയാണി സ്പോട്ടിൽ അത് പിടിക്കാൻ പറ്റുമോ? ₹280 ആണ്. അമിതാഭ് ബച്ചൻ മുന്നിൽ പോയിക്കോ. ഇതിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴൊരു പ്രോബ്ലം. നിലക്കുറഞ്ഞല്ലാട്ടോ. ഓക്കെ. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു സ്മോൾ വാട്ടർഫാൾ ആണ്. സ്റ്റെപ്സ്. ഇതിപ്പോ ഫുള്ള് തമിഴായി. സ്റ്റെപ്പ് ഇറങ്ങിക്കോ. വണ്ടിയിൽ പോവാട്ടോ. വാട്ടർഫാൾസിൻ്റെ അവിടെ വരെ നടക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നടന്നിട്ടാണ് പോയത്. അപ്പോൾ ഗൈസ്, നമ്മൾ വാട്ടർഫാൾസ് ഒക്കെ കണ്ട് തിരിച്ച് നമ്മൾ നമ്മുടെ വണ്ടീൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നിങ്ങൾ അവിടെ ദൂരെ കണ്ട ഒരു പന്നിയാണ് കേട്ടോ അത്. അപ്പോൾ ഗായ്സ്, ഏകദേശം ഉച്ച ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിലോട്ട് പോവാണ്. പോണ വഴിക്കുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പം കാണുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള നമ്മുടെ ചിക്കൻ 65 അത് വന്നിട്ടില്ല കേട്ടോ. നമ്മൾ എന്തായാലും കഴിച്ചു തുടങ്ങാം, അപ്പോഴേക്ക് എത്തുമായിരിക്കും. ഇവിടെ വെച്ചാൽ എല്ലാവർക്കും കാണാം. ഇവിടെ വെച്ചാൽ ഇതിന്റെ MD പോയിട്ട്
ഞാനൊരു വ്യൂ എടുക്കാൻ വേണ്ടി വന്നത്. എന്ത് വ്യൂവോ? അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ഫുൾ എനർജി ആയിട്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് ക്യാരറ്റ് ഫാക്ടറിയിലോട്ടാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 13 മിനിറ്റ് മാത്രമായിട്ടുള്ളൂ ടൈമുള്ള അവിടെ എത്താനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പം നമ്മുടെ പ്ലാനിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മൾ ക്യാരറ്റ് ഫാക്ടറിയിൽ നിന്നാണ് പോകാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മൾ ലൊക്കേഷനൊന്നും നോക്കിയിട്ട് അവിടെ അടുത്ത് ആർക്കും അറിയത്തുമില്ല, നമ്മൾ നോക്കിയ സമയത്ത് കണ്ടതുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ടാണ് പോകുന്നത്, ചോക്ലേറ്റ് ആൻഡ് ടീ ഫാക്ടറിയിലോട്ട്. ക്വാർട്ടർ അടിച്ച് നിൽക്കണ അച്ഛനാണ് അടിച്ചു വിട്ടു. നമ്മുടെ സ്പേസ് ഉണ്ട്. അയ്യോ, അവിടെ അടിപൊളി വ്യൂ കേട്ടോ. ശരിക്കും ബാറിലേക്ക് കയറുന്ന സെറ്റപ്പ് പോലെ ഉണ്ടല്ലേ. സ്റ്റിക്കറാണ് ഇത്, കയ്യിൽ ഒട്ടിച്ചാലും നമ്മൾ ഇതാണ് ഇതിന്റെ എൻട്രൻസ്. അവിടെ ക്യാമറ അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ പ്രോപ്പറായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഈ ജമ്മുവിലൊക്കെ കോടയും കൂടി നൈറ്റ് നല്ല രസമുണ്ടാവും. ലൈറ്റും അപ്പം ഇനി നമുക്ക് ടീ ഫാക്ടറിയിലോട്ട് പോവാം. ഇവിടെ ക്യാമറയൊക്കെ അലൗഡ് ആണ്, നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. ഞങ്ങൾ തമ്മിൽ ഇവിടെ നമ്മൾ ഒരാൾക്ക് 10 റുപ്പീസ് കൊടുക്കണം. പക്ഷെ നമ്മൾ ആ 10 റുപ്പീസിന് നമുക്ക് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ചായ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ മുകളിൽ ഏത് ഭാഗത്ത് നിന്നാലും ഇത് ഇതേപോലത്തെ നല്ല വ്യൂ ആണ്. ചായ ഊതി ഊതി കുടിക്കാനായിരുന്നു ഇഷ്ടം. And further passed into 5-cup machines between 2 high-speed stainless steel sharpened rollers, and finally crushed. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വിലകളെ. ഹലോ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മളിനി അടുത്തതായിട്ട് ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ ചോക്ലേറ്റ്സ് കുറച്ചെണ്ണം കഴിച്ചു നോക്കി, അതിൽ ഇഷ്ടപ്പെട്ടതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വാങ്ങിച്ചതാണ്. പഠിക്കരുത് മറ്റേ ഇതിൽ വന്ന പോലെ ഒരുപാട് കളക്ഷൻസ് വാച്ച് വരുന്നുണ്ട്. ക്ലിപ്സിൽ ഇഷ്ടം പോലെ കളക്ഷൻസ്. ഇവിടെ ഇങ്ങനെ മൊത്തം ഫുൾ സാധനമാണ്. നെയിൽ പോളിഷ് കണ്ടു ശരിക്ക് തോന്നിക്ക് നമ്മളുടെ വീഡിയോയിൽ വരുന്നതാണ്.
നോക്കുന്നുണ്ട് കേസ്. ഈ ഒരു ചെടി നോക്കിയ നല്ല ഭംഗിയില്ലേ കാണാൻ. മറ്റേ സാറ്റിങ്ങളല്ലേ? അല്ല, എനിക്ക് സാധാ ടൈപ്പാ വേണ്ട. വേണം അങ്ങനെ പറഞ്ഞു കൊടുക്കുക. സാധാ ടൈപ്പ് ഉണ്ടോ? എങ്കിലല്ലോ ബാഗ്സിനൊക്കെ 349 ആണ് ഈ ഒരു ബാഗിന് റേറ്റ് വരുന്നത്. ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് ഗൈസ്, ഐലാഷ് കളർ അല്ലേ അത്? നമ്മളൊന്നും പർച്ചേസ് ചെയ്തില്ല. ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ഒരുപാട് സാധനങ്ങൾ അഫോർഡബിൾ റേറ്റിനുണ്ട് കേട്ടോ. ക്വാളിറ്റി ഒക്കെ എങ്ങനെ ഉണ്ടാവും അറിയില്ല ഗൈസ്. ഇതിനുള്ളിൽ തന്നെ ഒരു തിയേറ്ററും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ദൊഡ്ഡാപേട്ട പീക്കിലേക്കാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, അവിടേക്ക് പോകുന്ന റൂട്ടിലും 2 സൈഡിലും ഫുള്ള് പൈൻ ട്രീസ് ആയിട്ടോ വരുന്നത്. കാണുന്നത് മൊത്തം പൈൻ മരങ്ങളാണ്. നോക്കൂ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പുള്ളത്. ഇത്രയും നേരം കുറെ വെയിലും ഒക്കെ പാടെ മിക്സ് ആയിട്ടായിരുന്നുള്ളത്. സ്ട്രീറ്റ് ഒക്കെ ഭംഗിയുണ്ടല്ലേ കളറുള്ളതുകൊണ്ട് ചെയ്യണത്. മസ്തപ്പനാ ഇങ്ങനത്തെ ഒരു വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ളിങ്ങനെ ഇവിടെ ഇങ്ങനെയാണുള്ളത്. നമുക്കിത് ഈ കാണുന്ന സാധനത്തിന്റെ ടോപ്പിൽ കയറി നോക്കാട്ടോ, വ്യൂ ഉണ്ടോ നോക്കാം. ഇതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നല്ല കോട കാണുന്നുണ്ട് കേട്ടോ. ദൂരെയൊക്കെ നല്ല അടിപൊളി വ്യൂ ആണേ. എല്ലാത്തിനും മുന്നിൽ ഇവരുണ്ട്. ഇവിടെയുള്ള ഒരു അടിപൊളി വ്യൂ പോയിന്റ് കൂടി ഉണ്ട്. അപ്പം നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്.
ചിന്നു, ഇതാണ് ഊട്ടി. ദിസ് ഇസ് ഊട്ടി. ഇവിടെ മൊത്തം കോഴയാണ്, ഒന്നും കാണാൻ പറ്റില്ല. കാണുന്ന പോലെ ഇവിടെ ഫുൾ കോടയാണ്. മൊത്തം ഇങ്ങനെ കോട കൊണ്ട് ഒന്നുമേ കാണത്തില്ല. അപ്പൊ ഗൈസ്, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല കോടയാണ് കേട്ടോ. രണ്ട് ഭാഗത്തും നമ്മൾ നേരത്തെ പോയ വഴിയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അത് ഫുൾ ഇങ്ങനെ കോട മൂടി കിടക്കുകയാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ പോണ വഴിയിൽ ക്യാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ക്യാരറ്റ് വാങ്ങിച്ചു. അപ്പോൾ ഗൈസ്, നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു നമ്മുടെ തോടാപേട്ട എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. നൈറ്റിൽ നമ്മൾ ഇനി ഫുഡ് കഴിക്കാനും കൂടി എവിടെയെങ്കിലും നിർത്തുന്നുണ്ടാവും. അത് മാത്രമായിരിക്കും ഇനി ഒരു വ്ളോഗിൽ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ഗൈസ്, ഫുഡ് കഴിക്കാൻ കയറിയതാട്ടോ. അവരൊക്കെ ചപ്പാത്തി, പൊറോട്ട, ചിക്കൻ ഐറ്റംസ് ഒക്കെ പറഞ്ഞു. ഞാനും അനിയത്തിയും ഷേക്ക് മാത്രമാട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം വ്ളോഗ് അത്രയേ ഉള്ളൂ. See you on the next vlog.